ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഓ നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമ. അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഗാന്തരാൽ ക്ഷിപ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ള ഒരു ഗൃദ്ധപ്രവരനും പൃഥ്വീധരപ്രവരോ തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞത് ഗൃദ്ധകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ. ബലാൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ട് ഭക്ഷിക്കാമനുദിനം. ഗൃദ്ധവാക്യം കേട്ടു മർക്കടൗഹം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാൻ. അദ്രീദ്രതുല്യനായൊരു ഗൃദ്ധാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതന്മാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകെ തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്ത് പറയുന്നിത് അന്യോന്യം ഇങ്ങ് വരുവിൻ ഭയപ്പെടായതുമേ. കൊമ്പർകോൻ പവിത്രനും അൻപോടത് കേട്ടു സമ്പാദി തന്നുടെ മുമ്പിൽ അമ്മാറ് ചെന്നംബോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം താതാജ്ഞയാ പുര കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടത് കേട്ടു തൽക്ഷണം ചെന്ന് തടുത്തു യുദ്ധം ചെയ്ത നക്ഷണതാചരണോട് ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രകാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താനതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ട വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ട് വൃത്താന്തമറിയിച്ച് രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ.
ആർക്കുലോത്ഭവനാകിയ രാമനും ആർക്കാത്മജനോട് അഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്ത് ചെന്നീടാകിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ. പാതാളമുൾപ്പൂക്കു വാസരം പോയതും ഏതുമറിഞ്ഞീല ഞങ്ങളത് കൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരുടെ മോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവിനിക്ക് ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേ. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിന്നുദക കർമാദികൾ. നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്ത് കവികളും അപ്തിതീരത്ത് വച്ചിടിനാനാഥരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം പ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനി ജാനകി നത്തഞ്ജലി ജനമധ്യേ വസിക്കുന്നു. ദൂരം 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം. ഗൃദ്ധനാകയാൽ സാമർത്ഥ്യമാർക്കത് ലംഘിപ്പതിനവൻ ഭൂമി തനിജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതോ ഒരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കേണമാശു പോയി രത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെ നിഗ്രഹിക്കും ക്ഷണാൽ ഏവം ഇതിന് വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നീന ചാടിക്കടന്നു ലങ്കാപുരം. കുക്കുവൈദേകിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം ഒന്നൊരുമിച്ചു. തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അൻപോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുര മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതീ വേഗം പറന്നിത് മേൽപോട്ട് ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചതനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞ് ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാനനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ. അന്തനായി 3 ദിനം കിടന്നീടിനേൻ.
പ്രാണശേഷത്താൽ ഉണർന്നോരു നീരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ വിഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായി ഉഴന്നിങ്ങനെ ചെന്നേ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയാൽ കണ്ട് മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ളൊരറിവ് നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിലയ്ക്കുന്നു ദത്തമാവാനെന്തു പക്ഷം പറക നീ എന്നത് കേട്ട് ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ട ഉപായമെന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ നീ ദേഹനിമിത്തം ഈ ദുഃഖം അറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാതകം പ്രതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ള ഒരു വിദ്യാഭ്യാസം ഉത്ഭവ വസ്തുവായുള്ള അഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ സപ്തമായുള്ളോരയപിണ്ടവൽ സദാ തേന ദേഹത്തിന് താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോ അഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും. ആകന്തനൂനം ആത്മാവിനു മായയാ. ദേഹോ അഹം അദ്വൈവ കർമ്മ കർത്താഹം ഇത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരു ഞാൻ. വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ച് സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴും അതോ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്നു തൻ മണ്ഡലേ ചെന്ന് പതിച്ചു നീഹാര സമേതനായി പൂമോ പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ പൂജിക്കുന്ന പൂജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിൽ ഒന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനീജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിനതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരുതിര പരിപ്ലതമായി വരും. ആശു തസ്യാങ്കുരോൽപത്തിയും വരും. പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖബന്ധിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ട് ഷട്ടമാനസേ പുനഃകിഞ്ചന പോലും പിഴയാതി ദേഹിനാം. കർണയോ ഛിദ്രം
ഭവിക്കും അതിസ്ഫുടം. പിന്നെ മെട്രോ ബസ്തിനാഭിപായുക്കളും സപ്തമീ മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായ ഒരു ശിരകേശ രോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും. പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരേ. 9-ാം മാസം വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും. അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ പുക്താന രസത്തിനാൽ വർത്തതേ ഗർഭകമായ പിണ്ഡം മുകുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നി പ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യം കുടുംബ ഭരണൈകസത്തനായി വിത്തമന്യായമായി ആർജിച്ചതന്വകം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ. കൃഷ്ണകൃഷ്ണീതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നു ഭാഗ്യസ്ഥലേ കെൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ പൂതലെ ചിത്തതാവേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനീരന്ത്രേണ പീഡാനിതം. പാല്യമാനോ അഭി മാതാപിതാക്കന്മാരാൽ മാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസകേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോ അഹമെന്നുള്ള ഭാവനയ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർക്കോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹം നകന്നാത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തം ആത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം വരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്യാത്മന വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാൻ തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നത്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിദൂബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ
പുണ്ടരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രിമാർ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നെ ആപത്തിനായി കട്ടുകൊണ്ട് പോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടുന്ന ശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാൽ കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാനർക്കെത്തും ഒരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നെങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസ്സേ മറ്റു തോന്നീലകോ, നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലമുണ്ടാകയില്ലൊരു ജാതി എന്ന് പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വികായസ. ഓ നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമഃ.